ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ അഴീക്കോടാണ് ഉമ്മയുടെ വീട്. അപ്പോൾ ഈവനിങ് ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ചേറ്റുവ ഭാഗത്ത് എത്തിയപ്പോൾ കുറച്ച് കക്ക സമൂസ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടിയിലിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ നമ്മൾ സ്നേഹതീരം ബീച്ച് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പോകുമ്പോൾ ഈ വഴി തന്നെയാണ് പോവാറ്. മെയിൻ റോഡ് കൂടി അങ്ങനെ പോവാറൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും പോകുമ്പോൾ സ്ഥിരമായിട്ട് നിർത്തുന്ന ഒരു സ്പോട്ടുണ്ട്. ബീച്ചും റോഡും കൂടി അടുത്തെത്തുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയിടുന്നത്. അപ്പോൾ മോനക്ക് തണുത്തിട്ട് മുകളിലെ പിന്നിൽ ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് മഴ കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് ഓടി കയറി. പിന്നെ ഞങ്ങൾക്ക് അവിടെ എത്തുന്ന വരെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഒരു സൈഡിൽ കടൽ, നിറച്ച് മരങ്ങൾ. അപ്പം നിങ്ങൾ ഈ വഴി കൂടെ പോകാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് ഉമ്മയുടെ വീട്ടിലോട്ട് പോണ വഴി. അപ്പോൾ നമ്മളിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാമയുടെ മോനോടി വന്നിട്ട് ഗേറ്റൊക്കെ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പോൾ ഇത് മാമയുടെ മൂത്ത മോള്, ഇതാണ് രണ്ടാമത്തെ മോള്, ഇതാണ് എൻ്റെ ഉമ്മയുടെ താഴെയുള്ള ബ്രദർ. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവർ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന്. അപ്പോൾ മീൻ പൊരിച്ചതും ഉപ്പേരിയും മീൻകറിയും പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ആണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജെട്ടിയിലൊന്ന് പോയി നോക്കി. അവിടെ പാലം പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല മഴ കിട്ടി. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു കുടയിൽ നിൽക്കുകയാണ്. അപ്പം നമ്മളിവിടുന്ന് തിരിച്ചു പോന്നു. നമ്മൾ അടുത്ത് പോണ സ്പോട്ട് മാർത്തോമ ചർച്ചാണ്. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മളവിടെ എത്തി കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. മക്കൾ കുറേ നേരം അവിടെ ഓടി നടന്നിരുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം മോൾക്ക് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ പേരൊക്കെ കട്ട് ചെയ്ത് തന്നു. അപ്പോൾ മാമി എന്നോട് ചിക്കൻ മധൂത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് കാരമലൈസ് ആക്കി എടുക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മളൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യണത്. ഇപ്പോൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ഉണക്കനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ക്യാപ്സിക്കവും 4 മാഗി ക്യൂബും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് സ്മെല്ല് പോവും. ഈ സമയത്ത് നമുക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. 4 മാഗി ക്യൂബാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലോട്ട് ഒരു 4 തക്കാളിയും മല്ലിയിലയും പുതിനയും കൂടി അരച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇനി ചിക്കൻ ഒന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം അളന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന വെള്ളം എന്ന രീതിക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കിലോ അരിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. നമ്മൾ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധൂത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ റീൽസിൽ നമുക്കൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു മധൂതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിലോട്ട് മയോണീസും മിൻറ്റ് ചട്നിയും ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് വന്നേക്കാണ്. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ബീച്ചിലോട്ട്. അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളോട് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഇവിടെ വന്നിരിക്കും. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു ഇവിടുന്ന്. പിന്നെ കുറേ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അഴീക്കോട് മുനക്കൽ ബീച്ചാണിത്. അപ്പോൾ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ അറിയിക്കുക.
അപ്പോൾ ബീച്ചിൽ നിന്ന് പോണ സമയത്ത് നമ്മൾ ഷേക്കും കൂടിയും കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് മാമാടെ വീട്ടിലെത്തി. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.